VHSC കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മാനേജ്മെൻറ്റ് വിഷയത്തിൻ്റെ രണ്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട് ആയ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന് രണ്ടാമത്തെ അപ്രോച്ചായ നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന് പ്രധാനമായും രണ്ട് തരംതിരിവുകളുണ്ട്. ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് തിയറി, രണ്ട് ബിഹേവിയറൽ സയൻസ് തിയറി. ഇപ്പം നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ പ്രധാനമായും രണ്ട് തിയറികളാണ്, രണ്ട് സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻസ് തിയറിയും ബിഹേവിയറൽ സയൻസ് തിയറി. ഒന്ന് ഹ്യൂമൻ റിലേഷൻസ് തിയറി, രണ്ട് ബിഹേവിയറൽ സയൻസ് തിയറി. ഈ ഹ്യൂമൻ റിലേഷൻസ് തിയറിയിൽ രണ്ട് തിയറികൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് എൽട്ടൺ മേയോസ് ഹാത്തോൺ സ്റ്റഡീസ്, എൽട്ടൺ മേയോസ് ഹാത്തോൺ സ്റ്റഡീസ്. രണ്ട് ചെസ്റ്റർ ബെർണാഡ്സ് അക്സെപ്റ്റൻസ് തിയറി ഓഫ് അതോറിറ്റി. രണ്ടാമത്തെ ബിഹേവിയറൽ സയൻസ് തിയറിയിൽ മൂന്ന് സിദ്ധാന്തങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി, രണ്ട് ഫ്രെഡറിക് ഹെർട്സ്ബർഗ് ടു ഫാക്ടർ തിയറി, മൂന്ന് മക്ഗ്രെഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റിലേഷൻസ് തിയറിയിലെ ഒന്നാമത്തെ സിദ്ധാന്തമാണ് എൽട്ടൺ മേയോസ് ഹാത്തോൺ സ്റ്റഡീസ്. ഹ്യൂമൻ റിലേഷൻസ് തിയറി, മനുഷ്യബന്ധങ്ങളുടെ സിദ്ധാന്തം. ഇതിൽ ഒന്നാമത്തതാണ് ഹാത്തോൺ സ്റ്റഡീസ്. എൽട്ടൺ മേയോ എന്ന സോഷ്യോളജിസ്റ്റാണ് ഈ പഠനം നടത്തിയത്. എൽട്ടൺ മേയോയുടെ ഹാത്തോൺ സ്റ്റഡീസ് 4 ഘട്ടങ്ങളായിട്ടാണ് അദ്ദേഹം ഈ പരീക്ഷണം നടത്തിയത്. 1924 മുതൽ 1933 വരെയുള്ള കാലയളവിൽ 4 ഘട്ടങ്ങളായിട്ടാണ് ഇദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. എൽട്ടൺ മേയോ conducted a series of experiments at the Hawthorne plant of the Western Electric Company near Chicago during 1924 and 1933. ചിക്കാഗോയ്ക്ക് സമീപമുള്ള വെസ്റ്റേൺ ഇലക്ട്രിക് കമ്പനിയുടെ ഹാത്തോൺ പ്ലാന്റിലാണ് അദ്ദേഹം ഈ 4 പരീക്ഷണങ്ങളും നടത്തിയത്. 4 ഘട്ടങ്ങളായി 4 സ്റ്റേജുകളായിട്ടാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടുള്ളത്. ഈ 4 സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇല്ലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് 1924 മുതൽ 1927 വരെ. 2 റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്സ് 1927 മുതൽ 1928 വരെ. മൂന്നാമത് നടത്തിയ പരീക്ഷണം മാസ് ഇൻ്റർവ്യൂവിംഗ് പ്രോഗ്രാം 1928 മുതൽ 1930 വരെ. നാലാമത്തെ പരീക്ഷണമാണ് ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്സ് 1931 മുതൽ 33 വരെ. നമുക്ക് ഓരോന്നും നോക്കാം. ഹാത്തോൺ സ്റ്റഡീസിൽ എൽട്ടൺ മേയോ നടത്തിയ ഒന്നാമത്തെ പരീക്ഷണമായിരുന്നു ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്. ഇലുമിനേഷൻ, പ്രകാശം അല്ലെങ്കിൽ വെളിച്ചം. പ്ലാന്റിനകത്തെ പ്രകാശത്തിൽ വ്യതിയാനം വരുത്തി നടത്തിയ പരീക്ഷണമായിരുന്നു ഇത്. ഇതിനുവേണ്ടി ഇദ്ദേഹം ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റ് ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്. ഈ പരീക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം വർക്കേഴ്സിനെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഒരു ഗ്രൂപ്പിന് വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം
കൂട്ടിക്കൊടുത്തു. പ്ലാന്റിനകത്ത് ജോലി ചെയ്യുന്നിടത്ത് പ്രകാശം കൂട്ടിക്കൊടുത്തു. പ്രകാശം വ്യത്യാസം വരുത്തിയപ്പോൾ, ചേഞ്ച് ചെയ്തപ്പോൾ, കൂടുതൽ ആക്കി കൊടുത്തപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടി. പിന്നീട് ഇതേ ഗ്രൂപ്പിൻ്റെ കൂട്ടിയ പ്രകാശം, ആ വെളിച്ചം കൂട്ടിക്കൊടുത്തത് കുറച്ച് പഴയതുപോലെ ആക്കി. അപ്പോഴും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത കൂടി തന്നെ നിന്നു. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിന് വെളിച്ചം കൂട്ടിക്കൊടുത്തു, പ്രകാശം കൂട്ടിക്കൊടുത്തു, ഉൽപാദനം കൂടി. പ്രകാശം കുറച്ചപ്പോഴും ഉൽപാദനം കൂടി തന്നെ നിന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിന് പ്രകാശത്തിൽ വെളിച്ചത്തിൽ യാതൊരു വ്യത്യാസവും ചെയ്തില്ല, നേരത്തെ ഉള്ളതുപോലെ തന്നെ കൊടുത്തു പരീക്ഷണത്തിന് വേണ്ടി. അവർക്കും പ്രൊഡക്ടിവിറ്റി കൂടുതലായിരുന്നു. ഇതിൽ നിന്നും എൽട്ടൺ മേയോ മനസ്സിലാക്കിയത് വെളിച്ചത്തിന് അല്ലെങ്കിൽ പ്രകാശത്തിന് പ്രൊഡക്ടിവിറ്റിയുമായി വലിയ ബന്ധമൊന്നുമില്ല, നോ ഇമ്പോർട്ടൻസ്, വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ് 1924, 1927 to study the effects of changes in illumination on productivity. ഇത് പ്രൊഡക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ഉൽപാദനക്ഷമതയിൽ ഉണ്ടാകുന്ന മാറ്റവും വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ബന്ധവും തമ്മിലുള്ള പഠനമായിരുന്നു. ഗ്രൂപ്പ്ഡ് വർക്കേഴ്സിൻ്റെ 2 രണ്ട് കൂട്ടമായി വർക്കേഴ്സിനെ തിരിച്ചു. ഗ്രൂപ്പ്ഡ് വർക്കേഴ്സിൻ്റെ 2. ഫോർ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ലൈറ്റിംഗ് കണ്ടീഷൻ ഇംപ്രൂവ്ഡ്. ആദ്യത്തെ ഗ്രൂപ്പിന് ലൈറ്റിംഗ് കണ്ടീഷൻ, പ്രകാശത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്തു. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്, ഉൽപാദനം കൂടി. ബട്ട് ഈവൻ വെൻ ലൈറ്റിംഗ് കണ്ടീഷൻസ് ഡിക്ലൈൻഡ്, പ്രകാശ സംവിധാനം പഴയതുപോലെ ആക്കിയപ്പോൾ, കുറച്ചപ്പോൾ, എന്നിട്ട് പോലും ഫോർ ദ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്ഡ്. ഒന്നാമത്തെ ഗ്രൂപ്പിന് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരുന്നു. ഫോർ ദ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ്, രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള വർക്കേഴ്സിന് ലൈറ്റിംഗ് കണ്ടീഷൻസ് റിമൈൻഡ് കോൺസ്റ്റന്റ്. ലൈറ്റിംഗ് കണ്ടീഷൻ അതേപോലെ തന്നെ നിലനിന്നു. ദോ there was no change in the lighting conditions, the productivity for the second group increased. ലൈറ്റിംഗ് കണ്ടീഷൻസിൽ പ്രകാശ വ്യതിയാനങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ കൂടിയും, പഴയതുപോലെ തന്നെ നിലനിർത്തിയിട്ടും കൂടിയും, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഉയർന്നു. ദസ് ഇങ്ങനെ എൽട്ടൺ മേയോ ഫൗണ്ട് ദാറ്റ് ലൈറ്റിംഗ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ഓൺ പ്രൊഡക്ടിവിറ്റി. ലൈറ്റിംഗ് കണ്ടീഷന് ഉൽപാദനക്ഷമതയുമായി വലിയ ബന്ധമൊന്നുമില്ല, പ്രാധാന്യമൊന്നുമില്ല എന്ന് എൽട്ടൺ മേയോ സ്ഥാപിച്ചു. ഇതാണ് ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സ്. ഇലുമിനേഷൻ എക്സ്പെരിമെൻറ്റ്സിൻ്റെ പോയിന്റുകൾ ഓരോന്നായി ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തെ പോയിന്റ്, ടു സ്റ്റഡി ദ ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഇലുമിനേഷൻ ഓൺ പ്രൊഡക്ടിവിറ്റി. 2, grouped workers into 2. 3, for the first group lighting conditions improved, productivity increased. 4, but even when lighting conditions declined for the first group, productivity increased. 5, for the second group of workers lighting conditions remained constant. അടുത്ത 6ാമത്തെ പോയിന്റ് ആണ്, though there was no change in lighting conditions, the productivity for the second group increased. Last point, thus Elton Mayo found that lighting has no importance on productivity. ഹാത്തോൺ സ്റ്റഡീസിൽ എൽട്ടൺ മേയോയുടെ രണ്ടാമത്തെ പരീക്ഷണം റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്സ്. റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്സ് 1927, 1928 കാലയളവിലാണ് അദ്ദേഹം ഈ രണ്ടാമത്തെ പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണത്തിൽ അദ്ദേഹം ചെയ്തത് 6 പെൺകുട്ടികളടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ഒരു ടെസ്റ്റ് റൂമിൽ ജോലി ചെയ്യാനിരുത്തി.
ശ്രദ്ധിക്കണം, ടെസ്റ്റ് റൂമിലാണ് ജോലി ചെയ്യാനിരുത്തിയത്. 6 പെൺകുട്ടികളുള്ള ഒരു ഗ്രൂപ്പിന്. എന്നിട്ട് ഇവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ മാറ്റി മാറ്റി കൊടുത്തു. വർക്കിംഗ് കണ്ടീഷൻസ്, തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തി. ആദ്യം ഇവരുടെ കൂലി കൂട്ടിക്കൊടുത്തു. പിന്നീട് ഇവരുടെ വിശ്രമ സമയം കൂടുതലാക്കി, കൂടുതൽ വിശ്രമ സമയം കൊടുത്തു, ഇടവേളകൾ കൊടുത്തു. ഉൽപാദനത്തിന് ഇടയ്ക്കുള്ള സമയം ഇവർക്ക് വിശ്രമിക്കാനുള്ള സമയം കൂട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്രീ ഇൻ്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, അതായത് ഇവർ തമ്മിൽ ഉള്ള ആശയവിനിമയം ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് ഇവർ ഇടപഴകാൻ പറഞ്ഞു. 3. 4, ഫ്രണ്ട്ലി ആൻഡ് ഇൻഫോർമൽ സൂപ്പർവിഷൻ കൊടുത്തു നോക്കി. എന്ന് പറഞ്ഞാൽ സൗഹൃദപരമായ അധികാര മനോഭാവത്തോടുകൂടി അല്ലാതെയുള്ള നിയന്ത്രണങ്ങൾ, മേൽനോട്ടം. ഇപ്പോൾ സൂപ്പർവൈസർമാരും മാനേജർമാരും എല്ലാം സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഇങ്ങനെ വർക്കിംഗ് കണ്ടീഷൻസ് മാറ്റി മാറ്റി കൊടുത്തു. ഇതെല്ലാം തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉൽപാദനം വർദ്ധിപ്പിച്ചു, ഉൽപാദനക്ഷമത കൂടി. പക്ഷേ ഇതെല്ലാം പിൻവലിച്ചപ്പോഴും ഉൽപാദനക്ഷമത കൂടി തന്നെ നിന്നു. ഇതുകൊണ്ട് എൽട്ടൺ മേയർ മനസ്സിലാക്കി, ഈ സാഹചര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷനിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടൊന്നും പ്രൊഡക്ടിവിറ്റി കൂടത്തില്ല. അതുകൊണ്ട് മാത്രം പ്രൊഡക്ടിവിറ്റി കൂടത്തില്ല. അതായത് ഈ വർക്കിംഗ് കണ്ടീഷൻസ് എല്ലാം, ഈ നല്ല സാഹചര്യങ്ങളെല്ലാം പിൻവലിച്ചപ്പോഴും പ്രൊഡക്ടിവിറ്റി താഴോട്ട് പോയില്ല. എൽട്ടൺ മേയർ അതുകൊണ്ട് മനസ്സിലാക്കി, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സിൻ്റെ പൂർത്തീകരണ സംതൃപ്തിയാണ് ആവശ്യം. സാമൂഹ്യമായ സംതൃപ്തി, മാനസികമായ സംതൃപ്തി, അതായത് സ്വീകരിക്കപ്പെടുക, ഓരോ ആളുകളെയും സ്വീകരിക്കപ്പെടുക, അക്സെപ്റ്റൻസ്, അംഗീകരിക്കപ്പെടുക, റെക്കഗ്നീഷൻ, അംഗീകരിക്കുക, തീരുമാനമെടുക്കുന്നതിൽ കൂട്ടം ചേർക്കുക അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇനി സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം, ഫ്രീഡം ടു വർക്ക്. പിന്നീട് ഇൻ്ററാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഗ്രൂപ്പിലുള്ള ജോലി ചെയ്യുന്ന മറ്റാളുകളുമായി സ്വതന്ത്രമായി സംവദിക്കാൻ, ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ സോഷ്യലായ സൈക്കോളജിക്കലായ സാറ്റിസ്ഫാക്ഷനാണ് അടിസ്ഥാനം എന്ന് എൽട്ടൺ മേയർ കണ്ടെത്തി. ഒരിക്കൽ കൂടി പറയുന്നു, റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെന്റ്സ് 1927-28. In this experiment, a small group of 6 girls was asked to work in a test room. 6 പെൺകുട്ടികളുള്ള ഒരു ചെറിയ ഗ്രൂപ്പ് ഒരു ടെസ്റ്റ് റൂമിൽ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. ചേഞ്ചസ് ഇൻ വർക്കിംഗ് കണ്ടീഷൻസ്, അതായത് ബെറ്റർ വേജസ്. വർക്കിംഗ് കണ്ടീഷൻസിൽ തൊഴിൽ സാഹചര്യങ്ങൾ മാറ്റി മാറ്റി കൊടുത്തു. ഏതൊക്കെയാണ് തൊഴിൽ സാഹചര്യങ്ങൾ? ആദ്യം മാറ്റിയത് ബെറ്റർ വേജസ്, ശമ്പളം കൂട്ടിക്കൊടുത്തു. റെസ്റ്റ് പീരീഡ്സ്, വിശ്രമ സമയം കൂടുതൽ കൊടുത്തു. ഫ്രീ ഇൻ്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ ഇടയിൽ സ്വതന്ത്രമായി കൂട്ടുകൂടാനും പെരുമാറാനും ഇടപഴകാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഫ്രണ്ട്ലി ആൻഡ് ഇൻഫോർമൽ സൂപ്പർവിഷൻ, സൗഹൃദപരമായ അധികാര മനോഭാവത്തോടെ അല്ലാതെയുള്ള നിയന്ത്രണങ്ങൾ. ട്രൈഡ്, ഇതെല്ലാം പരീക്ഷിക്കപ്പെട്ടു. ആൾ ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഈ ഫാക്ടേഴ്സ് എല്ലാം, ഈ ഘടകങ്ങളെല്ലാം തന്നെ ഉൽപാദനക്ഷമത കൂട്ടി. ബട്ട് എന്നാൽ when these factors withdrawn, productivity did not go down.
ഈ ഫാക്ടേഴ്സ് പിൻവലിച്ചപ്പോൾ, ഈ ഘടകങ്ങളെല്ലാം പിൻവലിച്ചു, അപ്പോൾ ആ ഉൽപാദനം താഴോട്ട് പോയില്ല. ഇപ്പോൾ എൽട്ടൺ മേയോയ്ക്ക് മനസ്സിലായി. എൽട്ടൺ മേയോ കൺക്ലൂഡഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് social and psychological needs of the workers, such as sense of acceptance, recognition, participation in decision making, freedom to work, interaction among group members are more important than financial incentives. സാമ്പത്തികമായ ചില ആനുകൂല്യങ്ങൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യമായ സംതൃപ്തി, മാനസികമായ സംതൃപ്തി. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്വീകരിക്കപ്പെടുക, സെൻസ് ഓഫ് അക്സെപ്റ്റൻസ്, റെക്കഗ്നിഷൻ, അംഗീകരിക്കപ്പെടുക, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുമ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുക, ഫ്രീഡം ടു വർക്ക്, ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യം കിട്ടുക, സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുക, ഇൻ്ററാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തമ്മിൽ ഇടപഴകാൻ അവസരം ലഭിക്കുക. ഇതൊക്കെയാണ് രണ്ടാമത്തെ റിലേ അസംബ്ലി ടെസ്റ്റ് റൂം എക്സ്പെരിമെൻറ്റ്സിൽ എൽട്ടൺ മേയോ കണ്ടെത്തിയത്. ഇവിടെയും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് അല്ല, മനുഷ്യന് വേറെ ചില ഘടകങ്ങളാണ് പ്രൊഡക്ടിവിറ്റിയെ സ്വാധീനിക്കുന്നത് എന്നാണ് എൽട്ടൺ മേയോ കണ്ടെത്തിയത്. ഇതിൻ്റെ പോയിന്റുകൾ മാത്രം ഒരിക്കൽ കൂടി പറയാം. പോയിന്റ് 1, ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് 6 ഗേൾസ് വാസ് ആസ്ക്ഡ് ടു വർക്ക് ഇൻ എ ടെസ്റ്റ് റൂം. ഒരു ടെസ്റ്റ് റൂമിൽ 6 പെൺകുട്ടികളുള്ള ഒരു ഗ്രൂപ്പിനെ ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 2, ചേഞ്ചസ് ഇൻ വർക്കിംഗ് കണ്ടീഷൻസ്, തൊഴിൽ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. എന്തൊക്കെ മാറ്റം വരുത്തിയെന്നൊക്കെ, ബെറ്റർ വേജസ്, ശമ്പളം കൂലി കൂട്ടിക്കൊടുത്തു, റെസ്റ്റ് പീരീഡ്സ്, വിശ്രമവേളകൾ അനുവദിച്ചു, ഫ്രീ ഇൻ്ററാക്ഷൻ എമംഗ് മെമ്പേഴ്സ്, അംഗങ്ങളുടെ ഇടയിൽ സ്വതന്ത്രമായ ഇടപെടൽ അനുവദിച്ചു, ഫ്രണ്ട്ലി ആൻഡ് ഇൻഫോർമൽ സൂപ്പർവിഷൻ, സൗഹൃദപരമായി അധികാര മനോഭാവത്തോടെ അല്ലാതെ മേൽനോട്ടം വഹിക്കാൻ തുടങ്ങി. മുകൾ തട്ടിലുള്ള ആളുകൾ അങ്ങനെ പെരുമാറാൻ തുടങ്ങി. ട്രൈഡ്, ഇതെല്ലാം പരീക്ഷിച്ചു. ഇനി മൂന്നാമത്, ആൾ ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. മൂന്നാമത്തെ പോയിന്റ്, ആൾ ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചു. ബട്ട് വെൻ ദീസ് ഫാക്ടേഴ്സ് വിഡ്രോൺ, എന്നാൽ ഈ ഘടകങ്ങൾ പിൻവലിച്ചപ്പോൾ പ്രൊഡക്ടിവിറ്റി ഡിഡ് നോട്ട് ഗോ ഡൗൺ, പ്രൊഡക്ടിവിറ്റി താഴേക്ക് പോയില്ല. ഈ ഘടകങ്ങളെല്ലാം പിൻവലിച്ചിട്ടും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപാദനക്ഷമത താഴേക്ക് പോകാതിരുന്ന അവസരത്തിൽ എൽട്ടൺ മേയോ, നാലാമത്തെ പോയിന്റാണ്, എൽട്ടൺ മേയോ കൺക്ലൂഡഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ വർക്കേഴ്സ്, തൊഴിലാളിയുടെ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ, സാമൂഹ്യമായ സംതൃപ്തിയും മാനസികമായ സംതൃപ്തിയും, നീഡ്സ്, ആവശ്യങ്ങൾ പൂർത്തീകരണം ഓഫ് ദ വർക്കേഴ്സ്, സച്ച് ആസ് സെൻസ് ഓഫ് അക്സെപ്റ്റൻസ്, സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, റെക്കഗ്നിഷൻ, അംഗീകരിക്കപ്പെടൽ, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കുന്നതിലുള്ള പങ്കാളിത്തം, ഇൻ്ററാക്ഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, ഫ്രീഡം ടു വർക്ക് are more important than financial incentives. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്. ഈ 2 എക്സ്പെരിമെൻറ്റുകളും ഫലം കണ്ടില്ല. എൽട്ടൺ മേയോ മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കടന്നു. മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം മൂന്നാമത്തതാണ്. മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാം 1928-1930
മാസ് ഇൻ്റർവ്യൂ, കൂട്ടമായി ഇൻ്റർവ്യൂ നടത്തുന്നു, അഭിമുഖം നടത്തുന്നു. ഇവിടെ എൽട്ടൺ മേയോ ചെയ്ത മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ 1000 വർക്കേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്തു, അഭിമുഖം നടത്തി. അവരോട് ചോദിച്ചത് എബൌട്ട് ദെയർ സൂപ്പർവിഷൻ, അവരെ സൂപ്പർവൈസ്, അവരുടെ മേൽനോട്ടം ചെയ്യുന്നവരെങ്ങനെയാണ്, അവർ മേൽനോട്ടം നടത്തുന്നത് എങ്ങനെയാണ്, ജോബ്സ്, അവരുടെ തൊഴിൽ എങ്ങനെയുള്ള തൊഴിലാണ്, ആൻഡ് ജോബ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യം എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ അവരുടെ മേൽനോട്ടം നടത്തുന്ന ആളുകൾ എങ്ങനെയാണ്, അവരെ മേൽനോട്ടം നടത്തുന്നത്, അവരുടെ മേൽനോട്ടം സൂപ്പർവിഷൻ എങ്ങനെയാണ്, ജോബ് എങ്ങനെയാണ്, ജോബ് കണ്ടീഷൻ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ നടത്തി. ഈ സമയത്ത് കിട്ടിയ പ്രതികരണങ്ങൾ വെളിവാക്കിയത് എംപ്ലോയീസിന് മതിയായ അളവിൽ തുറന്ന് സംസാരിക്കാനും പെരുമാറാനും മാനേജർമാരോട് അവസരം കൊടുത്താൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ഉൽപാദനക്ഷമത കൂടും. ഇവിടെയും സോഷ്യൽ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് വെളിവായത്, സാമൂഹ്യമായ ഘടകം. ഒരിക്കൽ കൂടി പറയാം, മാസ് ഇൻ്റർവ്യൂയിങ് പ്രോഗ്രാമിൽ 1000 വർക്കേഴ്സ് വെയർ ഇൻ്റർവ്യൂഡ്, 1000 തൊഴിലാളികളെ അഭിമുഖം നടത്തി, ടു ഗെറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദെയർ സൂപ്പർവിഷൻ, ജോബ്സ് ആൻഡ് ജോബ് കണ്ടീഷൻ. ഈ 1000 തൊഴിലാളികളോടും ചോദിച്ചത് അവരെ മേൽനോട്ടം ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ജോലി എങ്ങനെയാണ്, ജോലി സാഹചര്യം എങ്ങനെയാണ്, ജോബ്സ് ആൻഡ് ജോബ് കണ്ടീഷൻസ്. റെസ്പോൺസസ് റിവീൽഡ് ദാറ്റ്, റെസ്പോൺസസ് പ്രതികരണം വെളിവാക്കിയത്, റിവീൽ ചെയ്തത്, റെസ്പോൺസസ് റിവീൽഡ് ദാറ്റ് ഇഫ് എംപ്ലോയീസ് വെയർ അലൗഡ് ടു റെപ്രസെന്റ് ദെയർ വ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഓപ്പൺലി, their morale and productivity went up. എംപ്ലോയീസിന് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ, അവരുടെ തോന്നലുകൾ തുറന്ന് മാനേജർമാരോട് പറയാൻ അവസരം കിട്ടിയാൽ അവരുടെ മൊറയിൽ ജോലി ചെയ്യാനുള്ള ഒരു പ്രചോദനം, ആൻഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കൂടും. ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഫാക്ടർ വാലിഡേറ്റഡ്. ഇവിടെയും സാമൂഹ്യ ഘടകത്തിൻ്റെ പ്രാധാന്യമാണ് വെളിവാക്കപ്പെട്ടത്. മാസ് ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, 1000 വർക്കേഴ്സ് വെയർ ഇൻ്റർവ്യൂഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ സൂപ്പർവൈസേഴ്സ്, ജോബ്സ് ആൻഡ് ജോബ് കണ്ടീഷൻസ്. 2, responses revealed that if employees were allowed to represent their views and problems openly, their morale and productivity went up. 3-ാമത്തെ പോയിന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഫാക്ടർ വാലിഡേറ്റഡ്. എൽട്ടൺ മേയോയുടെ ഹാത്തോൺ സ്റ്റഡീസിലെ 4-ാമത്തെ പരീക്ഷണം, 4-ാമത്തെ എക്സ്പെരിമെൻറ്റ്, ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റ്സ് 1931 മുതൽ 1933 വരെ. ഇതിൽ ബാങ്ക് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെൻറ്റിൽ എൽട്ടൺ മേയോ ചെയ്തത് 14 പേരുള്ള ഒരു ഗ്രൂപ്പ് തൊഴിലാളികളെ ടെലഫോൺ എക്സ്ചേഞ്ച് എക്യുപ്മെൻറ്റ് സ്വിച്ചിൻ്റെ വയർ അറ്റാച്ച് ചെയ്യാനായി നിയോഗിച്ചു. 14 പേരുള്ള ഗ്രൂപ്പിലെ തൊഴിലാളികളെയാണ് ടെലഫോൺ എക്സ്ചേഞ്ച് എക്യുപ്മെൻറ്റിൻ്റെ സ്വിച്ചിലേക്ക് വയർ ഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചത്. ഈ 14 പേരിലും നേരത്തെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി, യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മാനേജ്മെൻറ്റ് ഇവർക്ക് ഓരോരുത്തർക്കും അവരുടെ മണിക്കൂറിൻ്റെ ശരാശരി ഉൽപാദനം നോക്കി വേജസ് പ്രഖ്യാപിച്ചു, കൂലി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ 14 പേരുടെ ഗ്രൂപ്പ് ചെയ്യുന്ന ജോലിയുടെ, അതായത് ഉൽപാദനക്ഷമതയ്ക്ക്, ശരാശരി ഉൽപാദനക്ഷമതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി ബോണസും
പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവർക്ക് പുതിയ കൂലി പ്രഖ്യാപിച്ചു. 14 പേർക്ക് അവർലി വേജസ് ബേസ്ഡ് ഓൺ ആവറേജ് ഔട്ട്പുട്ട്, ശരാശരി ഉൽപാദനത്തിന് മണിക്കൂറിൽ വേതനം നിശ്ചയിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ബോണസ് പ്രഖ്യാപിച്ചു. മാനേജ്മെന്റ് വിചാരിച്ചു ഈ തൊഴിലാളികൾ കൂലി കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ബോണസ് കൂടുതൽ കിട്ടും എന്ന മോഹത്താൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമെന്ന്. പക്ഷേ പ്രൊഡക്ഷൻ കൂടിയില്ല, ഉൽപ്പാദനം കൂടിയില്ല. പിന്നീട് കമ്പനി ഒരു ടാർഗറ്റ് നിശ്ചയിച്ചു. ഓരോ തൊഴിലാളിയും ഇത്ര ലെവല് ഉണ്ടാക്കണം, ഇത്ര എണ്ണം ഉണ്ടാക്കണം. ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ടാർഗറ്റിനേക്കാൾ വളരെ കുറച്ചായിരുന്നു. ഇപ്പോഴെന്താ സംഭവിച്ചത് നോക്കാം. ഈ സമയത്തും തൊഴിലാളികൾ ആ ടാർഗറ്റ് എക്സീഡ് ചെയ്യാതിരിക്കാൻ, ഒറ്റയാൾ പോലും ആ ടാർഗറ്റ് ആ നിശ്ചിത എണ്ണമല്ലാതെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാക്കി പരസ്പരം. ആരെങ്കിലും ഒരാൾ ഇതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ അയാളെ മറ്റുള്ളവർ ബഹിഷ്കരിക്കണം എന്ന സ്ഥിതി വന്നു, ബഹിഷ്കരിക്കുന്ന സ്ഥിതി വന്നു. ഇവിടെയും വെളിവാകുന്നത് ഇൻഫോർമൽ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യമാണ്. ഇൻഫോർമൽ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യമാണ് ഇവിടെയും വെളിവാകുന്നത്. ഇതിന്റെ പോയിന്റ്സ് മാത്രം ഒരിക്കൽ കൂടി പറയാം. ബാൻഡ് വയറിംഗ് ഒബ്സർവേഷൻ റൂം എക്സ്പെരിമെന്റ്സ്. 4ാമത്തെ ഈ എക്സ്പെരിമെന്റിൽ 1ാമത്തെ പോയിന്റ്, എ ഗ്രൂപ്പ് ഓഫ് 14 വർക്കേഴ്സ് selected to attach a wire to switches of telephone exchange equipments. 2, earlier experiments made no change in this group. 3ാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഡിക്ലെയർഡ് hourly wage rate based on average output of worker and bonus based on average output of group. 4, managers thought workers would produce more for more wages and bonus, but production not increased. അത് 5ാമത്തെയാണ്. but production not increased. പ്രൊഡക്ഷൻ കൂടിയില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് മാനേജ്മെന്റ് ചെയ്തത്, 6ാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് ഡിക്ലെയർഡ് സ്റ്റാൻഡേർഡ് ടാർഗറ്റ് ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിന് സ്റ്റാൻഡേർഡ് ടാർഗറ്റ് നിശ്ചയിച്ചു, വിച്ച് വാസ് ലെസ് ദാൻ കമ്പനി സ്റ്റാൻഡേർഡ്. കമ്പനിയുടെ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവായിരുന്നു ഈ ഗ്രൂപ്പിന് കൊടുത്ത ടാർഗറ്റ്. 7, സോഷ്യൽ പ്രഷർ ക്രിയേറ്റഡ് നോട്ട് ടു എക്സീഡ് ദ ടാർഗറ്റ്. ഒരു സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായി ഇവരുടെ ഇടയിൽ. എല്ലാ തൊഴിലാളികളും കൂടുതൽ ഉണ്ടാക്കരുത്, ആരും കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ട, ഒരു സമ്മർദ്ദം ഉണ്ടായി. ഇഫ് എനി മെമ്പർ, 8ാമത്തെ പോയിന്റ് ആണ്, ഇഫ് എനി മെമ്പർ എക്സീഡ്സ് ദ ടാർഗറ്റ്. ഏതെങ്കിലും ഒരു തൊഴിലാളി ഈ ടാർഗറ്റ് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ, എക്സീഡ് ചെയ്താൽ, ഹി വാസ് ബോയ്കോട്ടഡ് ബൈ കോവർക്കേഴ്സ്. മറ്റുള്ളവരെല്ലാം കൂടെ അയാളെ ബഹിഷ്കരിക്കും, ആ തൊഴിലാളിയെ. ദിസ് റിവീൽസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. ഇൻഫോർമൽ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യമാണ് ഇത് വെളിവാക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ആ പറഞ്ഞ്, ദിസ് റിവീൽസ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ്. ഇത്രയുമാണ് 4 എക്സ്പെരിമെന്റുകൾ ഇതിനകത്തുള്ളത്. ഓക്കെ, താങ്ക് യു.